ഹായ് ഓൾ. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു സ്റ്റോക്ക് അനാലിസിസ് വീഡിയോയുമായിട്ടാണ്. സ്റ്റോക്കിൻ്റെ പേര് നെറ്റ്വർക്ക് ടെക്നോളജീസ് ഇന്ത്യ ലിമിറ്റഡ്. അപ്പോൾ അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഡിസ്ക്ലെയിമർ ഒരു കാര്യം കൂടെ പറയട്ടെ. പേഴ്സണലി ഞാൻ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റഡ് ആണ്. എന്നിരുന്നാലും ഇത് നിങ്ങളോട് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഒരു സജഷനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല. ജസ്റ്റ് ഒരു എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രം ചെയ്യുന്നൊരു വീഡിയോയാണ്. നിങ്ങളുടെ പാരാമീറ്റേഴ്സുമായിട്ട് ഇത് മാച്ച് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഹൊറൈസണുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്നുള്ളത് തീരുമാനിക്കാം. ഇപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ഈ സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തു, ഞാൻ എങ്ങനെയാണ് ഈ സ്റ്റോക്കിൽ ഒരു ആൽഫ ക്യാരക്ടറിസ്റ്റിക് കാണുന്നത് എന്നുള്ളതാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സ്റ്റോക്ക് ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുന്നേ അതിൻ്റെ ഫണ്ടമെൻ്റൽ അനാലിസിസ് ആസ് വെൽ ആസ് ഒരു ടെക്നിക്കൽ അനാലിസിസ് ഞാൻ പേഴ്സണലി സ്റ്റഡി ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ തന്നെയാണ് ഈ വീഡിയോയിലും ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ആദ്യം തന്നെ നമുക്കിതിൻ്റെ ഒരു ഫണ്ടമെൻ്റൽ അനാലിസിസ് നോക്കാം. അതിൻ്റെ ബാലൻസ് ഷീറ്റ്, പ്രോഫിറ്റ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ്, ഇങ്ങനെയുള്ളതെല്ലാം നോക്കാം. അപ്പോൾ ഇവിടെ ഞാനിപ്പം നോക്കുന്നത് സ്ക്രീനർ സോഫ്റ്റ്വെയർ ആണ്. നിങ്ങൾക്ക് ഏത് സോഫ്റ്റ്വെയർ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അതൊക്കെ അത് ഏതാണെങ്കിലും കുഴപ്പമില്ല. അതിപ്പോൾ ടിക്കർ ടൈപ്പ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഏത് വെബ് പേജ് ആയിക്കോട്ടെ, അത് നിങ്ങളുടെ ഇഷ്ടം പോലെ നിങ്ങൾക്ക് ചെയ്യാം. ഇവിടെ ഇപ്പോൾ ഞാൻ സ്ക്രീനറാണ് യൂസ് ചെയ്യുന്നത്. അപ്പം ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പലർക്കും ഈ കമ്പനി അറിയാവുന്നതായിരിക്കാം, ചിലരെങ്കിലും ഇൻവെസ്റ്റ് ചെയ്തതായിരിക്കാം. അപ്പോൾ ഈ കമ്പനി ഒരു HCS മേഖലയിൽ വർക്ക് ചെയ്യുന്ന, അല്ലെങ്കിൽ HCS മേഖലയിലാണ്, ഹൈ എൻഡ് കമ്പ്യൂട്ടിംഗ് സൊല്യൂഷൻസ്. ബേസിക്കലി എൻ്റെ മാർക്കറ്റ് ക്യാപ്പ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമ്പോൾ ഇതൊരു സ്മോൾ ക്യാപ്പ് കമ്പനിയാണ്. അപ്പോൾ ഈ HCS എന്ന് പറയുമ്പോൾ സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്, അതിൻ്റെ ഡിസൈൻ, മാനുഫാക്ചറിങ്, ഇതൊക്കെയാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. നമുക്കറിയാം വേൾഡിലെ നമ്പർ 1 സൂപ്പർ കമ്പ്യൂട്ടിംഗ് ചിപ്സൊക്കെ ഉണ്ടാക്കുന്നത് NVIDIA പോലെയുള്ള വലിയ കമ്പനികളാണ്. അപ്പോൾ ഈ നെറ്റ്വെബിന് NVIDIAയുമായിട്ടൊരു ടൈപ്പ് ഉണ്ട്. അപ്പോൾ NVIDIAയുമായിട്ട് ടൈപ്പ് ഉള്ളത് കൊണ്ട് മാത്രം ഈ കമ്പനി ഒരു ആൽഫ കമ്പനിയാണെങ്കിൽ ഒരു ഗ്രോത്ത് കമ്പനിയാണെന്ന് പറയാൻ പറ്റില്ല. NVIDIAയുമായിട്ട് ടൈപ്പുള്ള ഒരുപാട് മറ്റു കമ്പനികൾ, വലിയ കമ്പനികളൊക്കെ ഇന്ത്യയിൽ വേറെ ഉണ്ട്. ഫോർ എക്സാമ്പിൾ ഇൻഫോസിസ്, TCS പോലെയുള്ള പല കമ്പനികൾക്കും NVIDIAയുമായിട്ട് ടൈപ്പ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് മാത്രമല്ല നമ്മൾ ഈ സ്റ്റോക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഇവരുടെ ബിസിനസ് മോഡൽ നോക്കിക്കഴിഞ്ഞാൽ സൂപ്പർ കമ്പ്യൂട്ടേഴ്സാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവരുടെ പല സൂപ്പർ കമ്പ്യൂട്ടേഴ്സും വേൾഡിൽ തന്നെ ടോപ്പ് 200, 300 സൂപ്പർ കമ്പ്യൂട്ടേഴ്സിൽ ഇവരുടെ പല മോഡലുകളും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ആ കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിൽ വായിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ഇവരുടെ ഏതൊക്കെ മേഖലയിലാണ് ഇവരുടെ സൂപ്പർ കമ്പ്യൂട്ടിംഗ് എഫിഷ്യൻസി ഇവർ യൂസ് ചെയ്യുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലുണ്ട്. ഞാനിപ്പോൾ അതിലേക്ക് ഇൻബിൽഡ് ആയിട്ട് പോകുന്നില്ല, നിങ്ങൾക്ക് തന്നെ പേഴ്സണലി നോക്കാവുന്നതാണ്. ഞാനിപ്പോൾ നോക്കാൻ പോകുന്നത് ഇതിൻ്റെ ബാക്കി പാരാമീറ്റേഴ്സാണ്. അപ്പം മാർക്കറ്റ് ക്യാപ്പ് പറഞ്ഞു. ഇപ്പോൾ സ്റ്റോക്ക് P നോക്കിക്കഴിഞ്ഞാൽ എലിവേറ്റഡ് ആണെന്ന് കാണാൻ പറ്റും, 96 ആണ്. അപ്പോൾ ഈ 96 എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഒരു ഇൻഡസ്ട്രി പിയറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ച് കൂടുതലായിട്ടാണ് കാണുന്നത്. പക്ഷേ എന്നിരുന്നാലും ഈ കമ്പനിയുടെ ഹിസ്റ്റോറിക്കൽ Pയുമായിട്ട് നോക്കുമ്പോൾ ഇത് അത്ര എലിവേറ്റഡ് അല്ല എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത്. ഫോർ എക്സാമ്പിൾ ഇവിടെ ഇപ്പോൾ നിങ്ങൾ ഇതിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ P എടുത്തു കഴിഞ്ഞാൽ കാണാൻ പറ്റും 2024 ഓൾമോസ്റ്റ് എൻ്റെ 2024 ഇത് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത് 150ക്ക് മേളിലാണ്. അതിനുശേഷം ഒരു വലിയ ഡിപ്പ് ഉണ്ടായി 88, ഇപ്പോൾ ഇത് ട്രേഡ് ചെയ്യുന്നത് 96ലാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഡിപ്പ് വന്നത്, അപ്പോൾ ഈ P കുറയുന്നത് എന്തിൻ്റെ കാരണം കൊണ്ടാണ് എന്നുള്ളതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് മനസ്സിലാക്കിയാലാണ് അത് എന്തുകൊണ്ട് കുറഞ്ഞു എന്നൊക്കെ മനസ്സിലാവുള്ളൂ. നമുക്ക് അതിലേക്ക് വരാം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം തന്നെ റവന്യൂ ഇതിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ജൂൺ 20 ക്വാർട്ടർലി ഡീറ്റെയിൽസാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ജൂൺ 2022 മുതലുള്ള ക്വാർട്ടറിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ ഉണ്ട്. ഇതെല്ലാം നോക്കിക്കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് സ്റ്റഡി ആയിട്ടുള്ളൊരു ഗ്രോത്ത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടർ മാർച്ച് 2025 ഇതിന് ഓൾമോസ്റ്റ് 415 crores സെയിൽസ് നടന്നിട്ടുണ്ട്. ജൂൺ 2022 69 ആയിരുന്നു. അപ്പോൾ എത്ര മടങ്ങ് ജമ്പ് ചെയ്തെന്ന് ആലോചിച്ച് നോക്കുക. അതും ഓൾമോസ്റ്റ് ഒരു കൺസിസ്റ്റൻ്റ്, എല്ലായിടത്തും ഗ്രോത്ത് ഉണ്ടെന്നല്ല. ഇപ്പോൾ ജൂൺ 2023 വളരെ വലിയൊരു ഡിപ്പ് വന്നു 123 നിന്ന്. അതിൻ്റെ മുന്നിലെ ക്വാർട്ടറിൽ നിന്ന് 123 ഉണ്ടായിരുന്നു, ഇവിടെ വന്നപ്പോൾ 60 ആയി മാറി. പക്ഷേ പിന്നീട് അത് വളരെ പെട്ടെന്ന് മേക്കപ്പ് ചെയ്ത് പോകുന്നതായിട്ട് കാണാൻ പറ്റും. സോ അതൊക്കെ ഒരു പോസിറ്റീവ് സൈനാണ്. അപ്പം ഏത് കമ്പനി അനലൈസ് ചെയ്യുമ്പോഴും നമ്മൾ ചിലപ്പോൾ 1-2 ക്വാർട്ടറിലൊക്കെ സെയിൽസും പ്രോഫിറ്റൊക്കെ കുറഞ്ഞു വരുന്നത് കാണാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് മാത്രം ആ കമ്പനിയെ തള്ളിക്കളയേണ്ട ആവശ്യമില്ല. ഇനി ഞാനിപ്പോൾ ഇതിലുള്ള എല്ലാ പാരാമീറ്റേഴ്സും നോക്കുന്നില്ല, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ വീഡിയോ വളരെ ലെങ്ത് ആയി പോകും, നമുക്കൊരു ഷോർട്ടായിട്ട് നിർത്തണം എന്നുള്ളതുകൊണ്ട് തന്നെ വേണ്ടപ്പെട്ട ഫീൽഡുകൾ മാത്രമേ നോക്കുന്നുള്ളൂ. അപ്പോൾ അടുത്ത് നോക്കേണ്ടത് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ഫീൽഡാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാലും ഇത് ഓൾമോസ്റ്റ് കൺസിസ്റ്റൻ്റ് ആയിട്ട് ഗ്രോ ചെയ്യുന്നുണ്ടെന്ന് കാണാൻ പറ്റും. ഇപ്പോൾ ലാസ്റ്റ് ക്വാർട്ടറിൽ മാർച്ച് 2025 60 crores ആണ് അവരുടെ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അത് ഓൾ ടൈം ഹൈലാണെന്നും നമുക്ക് കാണാൻ പറ്റും. അതുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ നോക്കുന്നൊരു ഫീൽഡാണ് OPMs, ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ.
ഇവിടെ ഒരു വലിയൊരു പോസിറ്റീവായിട്ടുള്ള ഒരു OPM ഗ്രോത്ത് അല്ലെങ്കിൽ ഓപ്പറേഷണൽ പ്രോഫിറ്റിലുള്ള മാർജിനിലുള്ള ഒരു ഗ്രോത്ത് നമുക്കിവിടെ കാണാൻ പറ്റില്ല. എന്നിരുന്നാലും OPMs സ്റ്റഡി ആണെന്ന് കാണാൻ പറ്റും ക്വാർട്ടർ ടു ക്വാർട്ടറിൽ. ഇനി ഇത് കുറേ കൂടെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ ഇയർ ടു ഇയർ ഡേറ്റ നോക്കുമ്പോൾ കുറച്ചുകൂടെ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. നമുക്ക് അതിലേക്ക് വരാം, താഴെ വരാം. ഇനി അത് കഴിഞ്ഞ് നമ്മൾ നോക്കേണ്ടത് പ്രോഫിറ്റ് ബിഫോർ ടാക്സ്. ഇതും ഓൾമോസ്റ്റ് മാച്ച് ചെയ്യുന്നുണ്ട് ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റുമായിട്ട് എന്ന് കാണാൻ പറ്റും. അതുപോലെ നെറ്റ് പ്രോഫിറ്റ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാലും ഒരു ലീനിയർ ആയിട്ടുള്ള എന്നാൽ ഓൾമോസ്റ്റ് ഒരു എക്സ്പോണൻഷ്യൽ എന്നുള്ള രീതിയിലുള്ള ഒരു ഗ്രോത്ത് ഇതിലുണ്ടെന്ന് നമുക്ക് കാണാൻ പറ്റും. ഈ 2022 6 crores ഉണ്ടായിരുന്നത് ഇപ്പം നിൽക്കുമ്പോൾ 43 crores നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാക്സ് ഒക്കെ അടച്ചതിന് ശേഷം ആ കമ്പനി നെറ്റായിട്ട് ഉണ്ടാക്കിയ പ്രോഫിറ്റാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ 6 crores നിന്ന് 2-3 years 43 crores എത്തിക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജ് ആണ്. അതേ തോതിൽ തന്നെ EPS ഗ്രോ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് അത് കാണാൻ പറ്റും താഴെ. ഓക്കെ, ഇനി നമ്മൾ ഇയർ ടു ഫിഗർ ഇയർ ഓൺ ഇയർ ഫിഗർ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെയും ഓൾമോസ്റ്റ് എവറിത്തിങ് പോസിറ്റീവാണ്. അതായത് സെയിൽസ് കൺസിസ്റ്റൻ്റ് ആയിട്ട് അവർക്ക് ഗ്രോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ആകെ 2021 മാത്രമാണ് അവർക്കൊരു ഡിപ്പ് വന്നത്. അതിപ്പോൾ നമുക്കറിയാം കോവിഡൊക്കെ കഴിഞ്ഞിട്ടിരിക്കുന്ന സമയമാണ്. പക്ഷേ ആഫ്റ്റർ ദാറ്റ് എക്സ്പോണൻഷ്യലി അത് ഗ്രോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ 2022 മാർച്ച് ഫിനാൻഷ്യൽ ഇയറിൽ നിന്ന് 2023 വരുമ്പോൾ ഓൾമോസ്റ്റ് 80% അവർക്ക് ഗ്രോ ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അവിടെ നിന്ന് അങ്ങോട്ട് 2024 വരുമ്പോഴും ഈ രീതിയിലുള്ള ഗ്രോത്ത് ഉണ്ട്. ഇപ്പം ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലും ഓവർ 1000 crores അവരുടെ സെയിൽസ് അവർ കൂട്ടാൻ സാധിച്ചിട്ടുണ്ട്. അതെല്ലാം പോസിറ്റീവാണ്. ആ രീതിയിലുള്ള ഗ്രോത്ത് തന്നെയാണ് ഇയർ ടു ഇയറിൽ. ഇപ്പോൾ 2019 വെറും 7 crores ആയിരുന്നു ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എങ്കിൽ 6 years കഴിഞ്ഞ് നോക്കുമ്പോൾ 160 crores എത്തി. അപ്പോൾ എത്ര മടങ്ങാണെന്ന് ആലോചിച്ച് നോക്കുക. അപ്പം ഇവിടെയാണ് ഈ ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ PE റേഷ്യോ ഡിപ്പ് വരുന്നത്. PE റേഷ്യോ ഡിപ്പ് വരുന്നതിൻ്റെ ഒരു പ്രധാന കാരണം PE എന്ന് പറയുന്ന പാരാമീറ്ററിലെ E എന്ന് പറയുന്ന ഏണിങ്സിലുണ്ടായ ഗ്രോത്താണ്. ഏണിങ്സ് ഗ്രോ ചെയ്യാൻ നേരത്ത് ഓഫ് കോഴ്സ് ടോട്ടൽ വാല്യൂ PE എന്ന് പറയുന്ന താഴോട്ട് പോകും. അപ്പോൾ ഏണിങ്സ് ഗ്രോ ചെയ്യുന്നതുകൊണ്ടാണ് PE കുറയുന്നതെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് എ പോസിറ്റീവ് സൈൻ. ഇവിടെ അങ്ങനെയാണ് ആ PE കുറഞ്ഞതെന്നുള്ളത് കൊണ്ട് തന്നെ ആ PE കുറയുന്നത് കൂടുന്നത് എന്നുള്ളത് ഇവിടെ നമുക്ക് പോസിറ്റീവായിട്ട് മാത്രമേ റീഡ് ചെയ്യാൻ സാധിക്കുന്നുള്ളൂ. ദാറ്റ്സ് ഓക്കെ. ഇനി നമ്മൾ നോക്കേണ്ടത് ഇയർ ടു ഇയർ OPM ഓപ്പറേഷണൽ പ്രോഫിറ്റ് മാർജിൻ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അതിപ്പം 2019 5% ആയിരുന്നെങ്കിൽ മാർച്ചിലേക്ക് എത്തുമ്പോൾ 14% ആണ്. അത് കൂടിയാണ് വരുന്നത്. ലാസ്റ്റ് 3-4 years അത് സ്റ്റഡി ആണെങ്കിലും അത് ഡിപ്പ് ആവുന്നില്ല എന്നുള്ളത് ഒരു പോസിറ്റീവ് സൈനായിട്ട് നമുക്ക് വേണമെങ്കിൽ റീഡ് ചെയ്യാം. അതൊരു വലിയൊരു എന്താ പറയുക, ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഫിഗർ ആയിട്ടൊന്നും കാണാൻ പറ്റില്ല. എന്നിരുന്നാലും ഇതത്ര കൺസേണിങ് ആയിട്ടുള്ള ഫാക്ടറല്ല നിലവിൽ. അതുപോലെ നെറ്റ് പ്രോഫിറ്റിലേക്ക് ഇനി വന്നു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും നെറ്റ് പ്രോഫിറ്റ് ഈ പറയുന്ന എക്സ്പോണൻഷ്യലി ഇയർ ഓൺ ഇയറിൽ ഇവർക്ക് കൂടാൻ സാധിച്ചിട്ടുണ്ട്. ക്വാർട്ടർ ടു ക്വാർട്ടറിൽ നമ്മൾ കണ്ടതാണ്. ഇവിടെ ഇപ്പോൾ ഇയർ ഓൺ ഇയറിലും എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ പാരാമീറ്റർ ഇപ്പോൾ കോമ്പൗണ്ടഡ് സെയിൽസ് ഗ്രോത്ത് നല്ല പെർസെൻറ്റേജിൽ അവരുടെ 5 year 3 year ഗ്രോത്ത് എല്ലാം കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് ഗ്രോത്തും അതേപോലെ തന്നെ എക്സ്പോണൻഷ്യലി കൂടുന്നുണ്ട്. ഈ 72% 51% എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ളൊരു വാല്യൂ തന്നെയാണ്. ഇവിടെ നോക്കുമ്പോൾ ഈ ലാസ്റ്റ് 1 year -21 ആണ് കാണിക്കുന്നത് CAGR. അതെന്തുകൊണ്ടാണെന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞു. കഴിഞ്ഞ ഒരു 3-4 മാസത്തിൽ ഈ സ്റ്റോക്ക് ഒരു 60% ഡിപ്പ് വന്നിട്ടുണ്ട്. നമുക്കതിനെപ്പറ്റി നമ്മൾ ടെക്നിക്കൽ അനാലിസിസ് നോക്കുമ്പോൾ നമുക്ക് പറയാം. അതുകൊണ്ടാണ് ലാസ്റ്റ് 1 year -21 കാണിക്കുന്നത്. ദാറ്റ്സ് ഓക്കെ. അതുകൊണ്ട് തന്നെ നമുക്കതിപ്പോൾ ഇഗ്നോർ ചെയ്യാം. ഓക്കെ, ROE എല്ലാം വളരെ ഡീസൻ്റ് ആയിട്ടുള്ള ഫിഗറാണ് ഇവിടെ കാണുന്നത്. അപ്പം ഞാൻ ഈ ഓരോ ഫീൽഡും ROE പോലെ അല്ലെങ്കിൽ CAGR ഒന്നും എടുത്തെടുത്ത് പറയുന്നില്ല. അത് നമുക്ക് വേണമെങ്കിൽ ഒരു സെപ്പറേറ്റ് വീഡിയോ ചെയ്തു അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യാം. ഇവിടെ ഞാനത് വളരെ പെട്ടെന്ന് പറഞ്ഞു പോവുകയാണ്, കാരണം അല്ലെങ്കിൽ ഈ വീഡിയോ ഒരുപാട് ലെങ്ത് ആയി പോകും. ഇനി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ നോക്കേണ്ടത് ബാലൻസ് ഷീറ്റാണ്. ബാലൻസ് ഷീറ്റിൽ ഞാൻ പർട്ടിക്കുലർലി നോക്കാറുള്ളത് ബോറോയിങ്സ് ആണ്. എത്രമാത്രം ഡെറ്റ് ഉള്ളൊരു കമ്പനിയാണ് എന്നുള്ളത് ഈ ഫീൽഡ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോൾ 2019 ഇവർക്ക് 11 crores ഡെപ്റ്റ് ഉണ്ടായിരുന്നുവെങ്കിൽ പിന്നീട് അത് കൂടി 2023 മാർച്ച് എത്തിയപ്പോൾ 36 crores എത്തിയെങ്കിലും കഴിഞ്ഞ 2 ഫിനാൻഷ്യൽ ഇയറിൽ അത് ഡ്രമാറ്റിക്കലി കുറയ്ക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ 2021 മാർച്ചിൽ 36 കോടി ആയിരുന്നെങ്കിൽ ഇവിടെ 2024 മാർച്ച് ഒരു വർഷം കഴിയുമ്പോൾ അത് അവർ 1/3 കുറയ്ക്കാൻ അവർക്ക് സാധിച്ചു. മോർ ദാൻ 1/3 കൂടുതലായിട്ട് അവർക്ക് കുറയ്ക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിലും അത് വീണ്ടും കുറയുന്നതാണ് കാണുന്നത്. ആ ട്രെൻഡും പോസിറ്റീവാണ്. അപ്പം ഞാൻ ബാക്കി ഫീൽഡുകളിലേക്ക് അധികം ഫോക്കസ് ചെയ്യുന്നില്ല.
നമ്മൾ അടുത്ത് നോക്കേണ്ടത് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പ്രത്യേകിച്ച് ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ്. ഈ ഓപ്പറേറ്റിംഗ് ക്യാഷ് ഫ്ലോ എന്ന് പറയുന്നത് ഇവിടെ ഒരു നെഗറ്റീവ് ഫിഗർ ആണ് കാണിക്കുന്നത്. മീൻ ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ നമുക്കത്, ഞാനിപ്പോൾ അതിൻ്റെ ഡെപ്ത് അനാലിസിസിലേക്ക് പോകുന്നില്ലെങ്കിൽ ഈ നെറ്റ് ക്യാഷ് ഫ്ലോ സ്റ്റിൽ ഇവിടെ ഒരു പോസിറ്റീവ് ഫിഗറാണ് കഴിഞ്ഞ 2 ഫിനാൻഷ്യൽ ഇയറിലും. അതുകൊണ്ട് തന്നെ നമുക്ക് തൽക്കാലത്തേക്ക് ദാറ്റ്സ് ഓക്കെ, ഇറ്റ്സ് നോട്ട് എ ബിഗ് നെഗറ്റീവ് ഓർ പോസിറ്റീവ്, നമുക്കത് അങ്ങനെ എടുക്കാം. ഇനി ഈ റേഷ്യോസിലേക്ക് ഞാനിപ്പോൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നില്ല. നമ്മൾ ROEയും ROCയും ഒക്കെ നേരത്തെ ഒന്ന് പറഞ്ഞു വിട്ടതാണ്. സോ ഇനി ഞാൻ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഈ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺസ് എന്ന് പറയുന്ന ഈ ഫീൽഡാണ്. ഇവിടെ പർട്ടിക്കുലർലി പ്രൊമോട്ടേഴ്സ് എന്ന് പറയുന്ന കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് എത്രമാത്രം ഈ സ്റ്റോക്ക് ഹോൾഡ് ചെയ്യുന്നുണ്ടെന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എൻ്റെ ഒരു പാരാമീറ്ററാണ്. ഞാനത് പർട്ടിക്കുലർലി നോക്കാറുണ്ട് ഏത് സ്റ്റോക്കിലും. ഇവിടെ ഇപ്പം സെപ്റ്റംബർ 2023 75% ആണ് ഹോൾഡ് ചെയ്തിരുന്നതെങ്കിൽ പിന്നീട് അത് ഇപ്പോൾ വന്നപ്പോൾ കുറയുന്നതായിട്ടാണ് കാണുന്നത്. അതൊരു പോസിറ്റീവായിട്ടുള്ളൊരു ഫിഗർ അല്ല, എന്നാൽ ഒരു നെഗറ്റീവ്, വലിയൊരു നെഗറ്റീവ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ നെഗറ്റീവ് നമുക്ക് പറയാനും പറ്റില്ല. കാരണം സ്റ്റിൽ 71% എന്ന് പറയുന്ന ഒരു സബ്സ്റ്റാൻഷ്യൽ ആയിട്ടുള്ളൊരു ഫിഗർ തന്നെയാണ്. ഇനി FIIസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ അത്ര വലിയ FIIs വാങ്ങി കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നില്ല. കാരണം 2 വർഷം മുന്നേ 10% അവർ ഹോൾഡ് ചെയ്തെങ്കിൽ ഇപ്പോഴും 10% ആണ് ഹോൾഡ് ചെയ്യുന്നത്. DIIസും ഈ പറയുന്ന പോലെ തന്നെ ഒരുപാട്, ഇൻഫാക്ട് DIIസിൻ്റെ ആക്ച്വലി കുറയുകയാണ് ചെയ്യുന്നത്. കാരണം 7%ൽ നിന്ന് ഇപ്പോൾ ഒരു 5.34 എത്തി. അത് ഓൾമോസ്റ്റ് സ്റ്റഡി ആണെന്ന് വേണമെങ്കിൽ പറയാം ഇപ്പോൾ ഇവിടെ. അതുകൊണ്ട് അതൊരു ബിഗ് പോസിറ്റീവ് അല്ല, എന്നാൽ ഒരു വലിയ നെഗറ്റീവ് അല്ല. സോ ലെറ്റ്സ് ലീവ് ഇറ്റ്. ഈ പബ്ലിക് നോക്കുമ്പോൾ പബ്ലിക് സ്റ്റഡി ആയിട്ട് കൂട്ടുന്നതായിട്ടാണ് കാണുന്നത്. സോ സാധാരണ ഒരു സ്റ്റോക്ക് പബ്ലിക്കിൻ്റെ അലോക്കേഷൻ ഒരുപാട് കൂടുതലാണ്, അല്ലെങ്കിൽ പബ്ലിക്കിൻ്റെ ഹോൾഡിംഗ് ഒരുപാട് കൂടുതലാണെങ്കിൽ ഞാൻ അതത്ര കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ ഇവിടെ ഇപ്പം ലാസ്റ്റ് ഫിനാൻഷ്യൽ ഇയറിൽ പോലും 12 13% അവർ ഹോൾഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് തന്നെ അതത്ര പ്രശ്നമുള്ള കാര്യമല്ല. 13% സ്റ്റിൽ ഈസ് ലോ. പക്ഷേ ഇവിടുത്തെ ഒരു ട്രെൻഡ് എനിക്ക് അത്ര പോസിറ്റീവായിട്ടുള്ളൊരു ട്രെൻഡല്ല. കാരണം ഈ പബ്ലിക്ക് കൂട്ടി കൊണ്ടുവരിക എന്ന് പറയുന്നത് അത്ര നല്ലതല്ല. ഈ ട്രെൻഡ് ശരിക്കും കാണേണ്ടിയിരുന്നത് FIIസിൻ്റെയും DIIസിൻ്റെയാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഏരിയ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ അത്ര പോസിറ്റീവ് അല്ല എന്നുള്ളതാണ്. അത്ര പോസിറ്റീവ് അല്ല എന്ന് മാത്രമല്ല, ഒരു സ്ലൈറ്റ് നെഗറ്റീവ് ആണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ സ്റ്റോക്കിൻ്റെ ഒരു ബ്രീഫ് ആയിട്ടുള്ള ഫണ്ടമെൻ്റൽ അനാലിസിസിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമുക്ക് ക്വിക്ക്ലി ഇതിൻ്റെ ഒരു ടെക്നിക്കൽ ചാർട്ട് പാറ്റേണിലേക്ക് നോക്കാം. ഇപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് വീക്ക്ലി ചാർട്ടാണ്. അപ്പോൾ ഇത് നമുക്ക് ഇതിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ജൂലൈ 2023 മുതലുള്ള ഇൻഫർമേഷൻ ഉണ്ട്. ഏതാണ്ട് ഒക്ടോബർ 2023 നിന്ന് ഇതൊരു ഷാർപ്പ് അപ്രണിൽ സ്റ്റാർട്ട് ചെയ്ത് ഓൾമോസ്റ്റ് നമുക്കൊരു 750 പ്രൈസ് റേഞ്ചിൽ നിന്ന് ഇതൊരു 3000 വരെ റാലി ചെയ്തു. ഓൾമോസ്റ്റ് 3 to 4 ടൈംസ് റാലി ചെയ്തിട്ടുണ്ട്. അതും വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം, 1 ഇയറിലാണെന്ന് ആലോചിക്കണം. നമ്മൾ ഈ 1 ഇയറിൽ ഇതിൻ്റെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കി കഴിഞ്ഞപ്പം എക്സ്പോണൻഷ്യലി അത് ഇൻക്രീസ് ചെയ്യുന്നത് കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു റാലി എന്ന് പറയുന്നത് ഒട്ടും സർപ്രൈസിങ് അല്ല. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു കുറേ മാസക്കാലം 3-4 months ഇത് കൺസോൾട്ടേറ്റ് ചെയ്തതിന് ശേഷം വലിയൊരു ഡിപ്പ് വന്നിട്ടുണ്ട്. ഈ ഡിപ്പ് പ്രിസൈസ്ലി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫ്രം ദ ടോപ്പ് പോയിന്റ് ടു ദ ബോട്ടം പോയിന്റ് ഇറ്റ് ഈസ് ഓൾമോസ്റ്റ് 60%. 60% ഡിപ്പ് വന്ന ഒരു സ്റ്റോക്ക് സാധാരണ ഞാൻ കൺസിഡർ ചെയ്യാറില്ല. പക്ഷേ എന്തുകൊണ്ട് പിന്നീട് ഞാൻ കൺസിഡർ ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഇവിടെയാണ്, ഈ ഒരു ഏരിയയിലാണ് അതിൻ്റെ ആൻസർ ഇരിക്കുന്നത്. സോ അത് നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് കാണാൻ വേണ്ടി ഞാൻ ഡേ ചാർട്ടിലേക്ക് മാറ്റുകയാണ്. ഡേ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഡിപ്പ് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടം വരെ എത്തിക്കഴിഞ്ഞതിന് ശേഷം ഈ സ്റ്റോക്ക് മാന്യമായിട്ടൊന്ന്, അല്ലെങ്കിൽ ന്യായമായ ഒരു ടൈം പീരീഡിൽ ഇത് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് കാണാൻ പറ്റും. മാത്രമല്ല ഈ കൺസോൾട്ടേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചൊരു പോസിറ്റീവ് പാറ്റേൺ ആണ്. അപ്പോൾ അത് എങ്ങനെയാണ്, എന്തുകൊണ്ടത് പോസിറ്റീവായി എന്നുള്ളതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ, നിങ്ങൾക്കത് അറിയാൻ ആഗ്രഹമുണ്ടെന്നുണ്ടെങ്കിൽ ഞാനൊരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. കമൻറ്റ് ചെയ്യുക അങ്ങനെ താല്പര്യമുള്ളവർ. അപ്പോൾ ഈ ഒരു കൺസോൾട്ടേഷൻ പാറ്റേൺ എനിക്ക് പോസിറ്റീവായിട്ട് തോന്നിയതുകൊണ്ടാണ് ഈ കൺസോൾട്ടേഷൻ പാറ്റേൺ ബ്രേക്ക് ചെയ്ത സമയത്ത്, അത് ബ്രേക്ക് ചെയ്ത് ഓൾമോസ്റ്റ് ഈ ഒരു പോയിന്റിലാണ്, May 25, 2 months ബാക്കിലാണ് ഇത് ബ്രേക്ക് ചെയ്യുന്നത്. ഇത് ബ്രേക്ക് ചെയ്തപ്പോൾ ഞാൻ ഈ സ്റ്റോക്കിൽ എൻ്റർ ചെയ്തു. അപ്പം ഈ കൺസോൾട്ടേഷൻ ബ്രേക്ക് ചെയ്തുകൊണ്ട് പാറ്റേൺ നന്നായതുകൊണ്ട് മാത്രമല്ല, ഇതിൻ്റെ ബ്രേക്കിംഗ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും വളരെ ഹൈ വോളിയത്തിലാണ്. അതായത് ഈ സ്റ്റോക്കിൻ്റെ ഓൾമോസ്റ്റ് ഓൾ ടൈം ഹൈയിലുള്ള വോളിയമാണ് ഇവിടെ റെക്കോർഡ് ചെയ്തത്. ഇങ്ങനെ കൂടുതലായിട്ട് വോളിയം വരിക എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ബിഗ് ഇൻവെസ്റ്റേഴ്സ് ബിഗ് മണിയുമായിട്ട് വരുമ്പോഴാണ് ഈ രീതിയിലുള്ള വോളിയം നമ്മൾ കാണാറ്. അപ്പോൾ അതൊരു സിംഗിൾ ഡേ വോളിയം അല്ല. പിന്നീട് വന്ന സബ്സിക്വൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സിലെ മൊത്തം നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ഒരു ഗ്രീൻ ക്യാൻഡിൽസ് ഹൈ വോളിയത്തിൽ കാണാൻ പറ്റും. ഇതാണ് രണ്ടാമത്തെ പാറ്റേൺ. എന്തുകൊണ്ട് ഞാനിതിൽ ഇൻവെസ്റ്റ് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അപ്പം ഇൻവെസ്റ്റ് ചെയ്തതിന് ശേഷം ഈ സ്റ്റോക്ക് ആക്ച്വലി ഒരു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് ഇവിടെ നിന്ന് 26% സഡൻ റാലി തന്നിട്ടുണ്ട് വിത്തിൻ 1 month ഓർ സംതിങ്.
അപ്പം ഞാൻ ഫോർച്ചുനേറ്റ്ലി എന്ത് സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഏകദേശം ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ ഏതാണ്ട് ഈ ഒരു വാല്യൂവിൽ ഐ മീൻ 2000 റേഞ്ചിൽ ഞാനിത് സെല്ല് ചെയ്തു, ഫുൾ സെല്ല് ചെയ്തു. കാരണം ഞാനൊരു പുൾ ബാക്ക് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടായിരുന്നു. ഞാൻ എക്സ്പെക്ട് ചെയ്ത പോലെ തന്നെ ഈ സ്റ്റോക്ക് ഒരു പുൾ ബാക്ക് തന്നു, ഓൾമോസ്റ്റ് ഒരു 10% പുൾ ബാക്ക് തന്നു. ഓരോ പുൾ ബാക്കിലും ഞാൻ ഈ സ്റ്റോക്ക് വീണ്ടും ബൈ ചെയ്തു. ഇതിൻ്റെ ലാസ്റ്റ് ഡേ ട്രേഡിംഗ് എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് 12 ജൂലൈ ആണ് എന്ന് പറഞ്ഞാൽ ഒരു സാറ്റർഡേ ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഫ്രൈഡേ തൊട്ട് മുന്നേ ഉള്ള ദിവസം ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്യുന്നത് ഒരു ഹൈ വോളിയം ബൈയിലാണ്. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഒരു വലിയ ഗ്രീൻ ക്യാൻഡിൽ എന്ന് മാത്രമല്ല ഒരു ഹൈ വോളിയം ഇവിടെ വരുന്നത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് ബിഗ് പ്ലെയേഴ്സ് ആർ ആക്ച്വലി എൻട്രിങ് എന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്കൊരു ഡബിൾ കൺഫർമേഷനാണ് ഈ ഒരു ക്യാൻഡിലൂടെ കിട്ടിയത്. ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിൽ ട്രേഡിംഗ് ഡേയ്സിൽ ഇതെങ്ങനെ പെർഫോം ചെയ്യുന്നു, ഈ ഒരു ലോ കട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എക്സിറ്റ് ചെയ്യാം. അഗെയിൻ ഇറ്റ് ഡിപ്പെൻസ് അപ്പോൺ, നമുക്ക് അത് പിന്നീട് നമുക്ക് ആലോചിക്കാം. അപ്പോൾ എന്തായാലും ഞാനിതിൽ എൻ്റർ ചെയ്തു. എൻ്റെ എക്സ്പെക്റ്റേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എൻ്റർ ചെയ്ത ഈ ഒരു ഏരിയയിൽ നിന്ന് മിനിമം ഒരു 80%, അതായത് അതിൻ്റെ ഓൾ ടൈം ഹൈ എന്ന് പറയുന്നത് അനദർ 80% റണ്ണുണ്ട്. ആ ഒരു ഓൾ ടൈം ഹൈയിൽ ഇത് എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അതും വിത്തിൻ എ ഷോർട്ട് സ്പാൻ ഓഫ് ടൈം. ഷോർട്ട് സ്പാൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു 6 to 8 months. അതൊരു 1 year എടുത്താലും ഈവൻ ഒരു 1.5 year എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാലും പ്രശ്നമില്ല. കാരണം ഒരു 1 yearൽ 80% റിട്ടേൺ എന്ന് പറയുന്നത് ഫാന്റാസ്റ്റിക് റിട്ടേൺ. എസ്പെഷ്യലി ഞാൻ ഇങ്ങനെയുള്ള സ്റ്റോക്കുകളിൽ വലിയ ബെറ്റുകളാണ് ചെയ്യാറുള്ളത്. അപ്പോൾ ആ ഒരു ഞാൻ ഉദ്ദേശിക്കുന്ന ഈ ടാർഗറ്റിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞാൽ ഒരു 80% പ്രോഫിറ്റ് നമുക്ക് നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ കിട്ടും. എന്നും പറഞ്ഞുകൊണ്ട് ഈ ഇവിടം വരെ ഇത് റാലി ചെയ്യുന്നു അതല്ല ഞാൻ പറയുന്നത്. ഇറ്റ് ക്യാൻ റൺ ടു ദീസ് 4,000 5,000 ലെവൽസ്, വി ഡോണ്ട് നോ റൈറ്റ്. അത് നമുക്ക് പിന്നീട് ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് അനലൈസ് ചെയ്തുകൊണ്ട് മാത്രമേ നമുക്കത് എക്സിറ്റ് ക്രൈറ്റീരിയം അതിൻ്റെ എവിടെ എക്സിറ്റ് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ മിനിമം ഞാൻ ഈ ഒരു 3,000 റേഞ്ച് വരെയെങ്കിലും വിത്തിൻ 6 to 12 months എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഐഡിയയിലാണ് ഞാൻ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്തത്. എഗെയിൻ ഞാൻ പറയുന്നു, ഇതൊരിക്കലും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് സജഷൻ അല്ല, ജസ്റ്റ് ഒരു നോളജ് ഷെയറിംഗ് ആണ്. നിങ്ങളിൽ പലരും ഈ സ്റ്റോക്കിനെ പറ്റി സ്റ്റഡി ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് കമൻറ്റ് സെക്ഷനിൽ നിങ്ങൾ അറിയിക്കുക. സോ നമുക്ക് നോളജ് ഇതുപോലെ ഷെയർ ചെയ്യാം. അപ്പം കമൻറ്റിൽ വായിക്കുന്ന മറ്റുള്ളവർക്കും ഞാൻ കാണാത്ത എന്തെങ്കിലും ഒരു പോയിന്റ് ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ അതിലവിടെ കമൻറ്റിൽ പറയുകയാണെങ്കിൽ അത് മറ്റുള്ളവർക്കും ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. നമുക്ക് വേറെ സ്റ്റോക്കുമായിട്ട് കാണുന്നവരെ ബൈ.